നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യക്കും യുഎസിനും ഇടയിൽ മഞ്ഞൊഴുകുന്നു. പ്രസ്താവന തിരുത്തി ട്രംപ്. UN സമ്മേളനത്തിൽ മോദി പങ്കെടുക്കില്ല. US താരിഫിൽ നഷ്ടം നേരിടുന്ന MSMEകൾക്ക് ദുരിതാശ്വാസ പാക്കേജ്. ക്രെഡിറ്റ് ഗ്യാരണ്ടി മാതൃകയിലാണ് പാക്കേജ്. സെബിയുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ, ജാഗ്രത വേണമെന്ന് സെബി. സ്വർണ്ണവില 80,000-ലേക്ക്. ഗ്രാമിന്റെ വില സർവകാല റെക്കോർഡായ 10,000 രൂപ തൊടുന്നു. മിൽമയ്ക്ക് റെക്കോർഡ് വിൽപ്പന. ഉത്രാട ദിനത്തിൽ വിറ്റത് 38 ലക്ഷത്തിലധികം ലിറ്റർ പാൽ. പാൽ തൈര് വിൽപ്പനയിൽ സർവകാല റെക്കോർഡ്. വാർത്തകൾ വിശദമായി. സോഷ്യൽ മീഡിയയിലും മറ്റും സെബിയുടെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സെബി. സെബിയുടെ ഔദ്യോഗിക മുദ്രകൾ തട്ടിപ്പിനായി ഉപയോഗിക്കുന്നുവെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം. വ്യാജ സന്ദേശങ്ങൾക്ക് മറുപടിയായി വ്യക്തിഗത വിവരങ്ങളോ പണമോ നൽകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് സെബി നിർദ്ദേശം നൽകി. സെബിയുടെ ഉദ്യോഗസ്ഥരായി വേഷം മാറി ലോഗോ, ലെറ്റർ ഹെഡ്, സീൽ എന്നിവ ദുരുപയോഗം ചെയ്യുകയും വ്യാജ ഇമെയിൽ ഐഡികൾ പോലും നിർമ്മിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ്. സേവനങ്ങൾക്കുള്ള പേയ്മെന്റുകൾ അല്ലെങ്കിൽ പിഴകൾ ആവശ്യപ്പെട്ട് വ്യാജ നോട്ടീസുകൾ പുറപ്പെടുവിച്ച് തട്ടിപ്പ് നടക്കുന്നുണ്ട്. വിവരങ്ങളോ പേയ്മെന്റുകളോ ആവശ്യപ്പെടുന്ന ഏതൊരു സന്ദേശത്തിന്റെയും ആധികാരികത പരിശോധിക്കാനും അനൗദ്യോഗിക ഡൊമൈനുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്ന ഒഴിവാക്കാനും സെബി അഭ്യർത്ഥിച്ചു. സെബി നടത്തുന്ന ഓരോ എൻഫോഴ്സ്മെന്റ് നടപടിയുടെയും വിശദാംശങ്ങൾ അതിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സെബിയുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റോ റിക്കവറി പേയ്മെന്റോ അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രമേ നടത്താനാവൂവെന്ന് സെബി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. US ഏർപ്പെടുത്തിയ താരിഫ് മൂലം നഷ്ടം നേരിടുന്ന ഇന്ത്യയിലെ MSMEകൾക്ക് ദുരിതാശ്വാസ പാക്കേജ് വരുന്നു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം കയറ്റുമതിക്കാർക്കായി സർക്കാർ സമഗ്രമായ പാക്കേജിനാണ് അന്തിമ രൂപം നൽകുന്നത്. കോവിഡ് കാലഘട്ടത്തിലെ ക്രെഡിറ്റ് ഗ്യാരണ്ടികളുടെ മാതൃകയിലാണ് പാക്കേജ്. 5 പുതിയ ഇനങ്ങളാണ് ഇതിലുള്ളത്. പ്രവർത്തന മൂലധനം വർദ്ധിപ്പിക്കുക, ഈടില്ലാതെയുള്ള വായ്പകൾ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി കൂട്ടുക, പലിശ സബ്സിഡികൾ വാഗ്ദാനം ചെയ്യുക എന്നിവയാണ് ലക്ഷ്യം. അതേസമയം തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുകൽ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, കാർഷിക, സമുദ്ര കയറ്റുമതി എന്നിവയുൾപ്പെടെ ഏറ്റവും ദുർബലമായ വ്യവസായങ്ങൾക്കായി മേഖലയനുസരിച്ച് പാക്കേജുകൾ നൽകും. കൂടാതെ SMEകൾക്ക് ഉടനടി പണം ലഭ്യമാക്കുന്നതിന് സമീപകാല GST ഇളവുകൾ, വേഗത്തിലുള്ള ITC റീഫണ്ടുകൾ എന്നിവ പോലുള്ള പരോക്ഷ നികുതി ഇളവുകൾ സർക്കാർ പരിഗണിക്കുന്നു. പ്രവർത്തന മൂലധന സമ്മർദ്ദം ലഘൂകരിക്കുക, തൊഴിൽ സംരക്ഷിക്കുക, കയറ്റുമതി വൈവിധ്യവൽക്കരിക്കുക, പുതിയ വിപണികൾ കണ്ടെത്തുക എന്നിവയാണ് ലക്ഷ്യം. ഇന്ത്യയുടെ തൊഴിൽ കയറ്റുമതി മേഖലയെ ആഗോള ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും വളർച്ച ഉറപ്പാക്കാനുമാണ് പാക്കേജിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രംപ് താരിഫിനിരയായ രാജ്യങ്ങളുടെ കൂട്ടായ്മ വിപുലമാകുന്നു. പ്രാദേശിക കറൻസികളുടെ വിനിമയം നടത്താനും ഡോളറിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കാനുമാണ് ഇന്ത്യ, ചൈന, റഷ്യ എന്നിവയുടെ കൂട്ടായ്മയായ RICയുടെ ലക്ഷ്യം. ട്രംപിനും ഡോളറിനും ഭീഷണിയാണ് RIC രാജ്യങ്ങൾ. റഷ്യ, ഇന്ത്യ, ചൈന എന്നിവരടങ്ങിയ RICയിൽ നിന്ന് ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, UAE, ഈജിപ്ത്, ഇറാൻ എന്നിവയെ ഉൾപ്പെടുത്തി ബ്രിക്സ് ബ്ലോക്ക് വിപുലമാക്കുന്നു. ആഗോളതലത്തിൽ US ഡോളറിന്റെ ആധിപത്യത്തെ തടയുന്നതിനുള്ള വികസ്വര രാജ്യങ്ങളുടെ തന്ത്രപരമായ നീക്കമാണിത്. ലോക ജനസംഖ്യയുടെ ഏകദേശം പകുതിയും ആഗോള GDPയുടെ 40% പ്രതിനിധീകരിക്കുന്നതാണ് ഈ ബ്ലോക്ക്. ട്രംപിന്റെ താരിഫുകൾക്ക് മറുപടി നൽകാൻ വാണിജ്യ ലോകം പരതുകയാണ്. ഈ സമയം US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയോ ഡോളർ വർജിക്കുകയോ എന്ന ആശയമാണ് ഏറ്റവും പ്രായോഗികം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ സോളാർ വർജനം, പ്രാദേശിക കറൻസി ഇടപാടുകൾ എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. ഇതാണ് വിദേശ വ്യാപാര വിപണിയിൽ R ബ്ലോക്കിന്റെ രൂപീകരണത്തിനിടയാക്കിയത്. ഈ രാജ്യങ്ങളുടെ കറൻസി പേരുകൾ R എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. റഷ്യൻ റൂബിൾ, ഇന്ത്യൻ രൂപ, ചൈനീസ് റെൻമിൻബി, ബ്രസീലിയൻ റിയൽ, ദക്ഷിണാഫ്രിക്കൻ റാൻഡ്, ഇറാനിയൻ റിയാൽ മുതലായവ. US ഡോളറിന്റെ ചൂഷണം തടയുക എന്നതാണ് R ബ്ലോക്കിനുള്ള അടിയന്തര ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യക്കും യുഎസിനും ഇടയിൽ മഞ്ഞൊഴുകുന്നു. ഇന്ത്യക്കെതിരായ പ്രസ്താവന തിരുത്തിയ ട്രംപിനോട് യോജിപ്പ് പ്രകടമാക്കി മോദി. അതേസമയം 27-ന് ബ്രസീലിൽ നടക്കുന്ന UN സമ്മേളനത്തിൽ മോദി പങ്കെടുക്കില്ല.
ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് ചാഞ്ഞെന്ന പ്രസ്താവന തിരുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രസ്താവനയോട് യോജിപ്പ് പ്രകടമാക്കി മോദി. ഇന്ത്യക്കും യുഎസിനും ഇടയിൽ സവിശേഷ ബന്ധമെന്ന് ട്രംപ് പറഞ്ഞതിനെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുകാനുള്ള സാധ്യതയേറി. അമേരിക്കയുമായുള്ള ആശയവിനിമയം നടക്കുന്നു എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിശദീകരിച്ചിട്ടുണ്ട്. ട്രംപ് ഇതേ നിലപാട് തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ അമേരിക്ക സന്ദർശനം നടന്നേക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. മോദിയുമായി എനിക്ക് നല്ല ബന്ധമാണ്, എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നതിനോട് യോജിപ്പില്ല. എങ്കിലും ഇന്ത്യക്കും അമേരിക്കയും ഇടയിൽ സവിശേഷ ബന്ധമുണ്ടെന്നും ഇതൊക്കെ പരിഹരിക്കുമെന്നും ആശങ്ക വേണ്ടെന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. ഇന്ത്യക്ക് ഇരട്ടത്തീരുവ ഏർപ്പെടുത്തിയതും യുക്രൈൻ യുദ്ധം നടത്തുന്നത് മോദിയാണെന്ന് വിമർശിച്ചതും ഇന്ത്യ ചൈന ബന്ധത്തെ പരിഹസിച്ചതിനും ശേഷമാണ് ട്രംപ് നിലപാട് മയപ്പെടുത്തിയുള്ള ആദ്യ പ്രസ്താവന ഇറക്കിയത്. US പൊതുസഭയിൽ അഭിസംബോധന ചെയ്യുന്ന നേതാക്കളുടെ പട്ടികയിൽ മോദിയുടെ പേരില്ല. പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പ്രസംഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. ചികിത്സയിലായിരുന്ന വയനാട് സ്വദേശി രതീഷാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് അടുത്തിടെ മരിക്കുന്ന 4ാമത്തെ ആളാണ് രതീഷ്. ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്തതിൽ കൂടുതലും മലബാർ മേഖലയിലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യുന്നതിൽ ജാഗ്രത പുലർത്തുകയും രോഗലക്ഷണങ്ങൾ പ്രകടനമായാൽ എത്രയും വേഗം ചികിത്സ തേടുകയും വേണം. കൊച്ചിയിൽ വീണ്ടും വിർച്വൽ അറസ്റ്റ് തട്ടിപ്പ്. ഓരോ മൊബൈൽ ഫോൺ കോളിന് മുമ്പിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടും തട്ടിപ്പ് തുടർക്കഥയാകുകയാണ്. കൊച്ചിയിൽ പുതിയ തട്ടിപ്പിൽ 2,88,00,000 രൂപ തട്ടിയെടുത്തു. സുപ്രീം കോടതിയുടെ CBIയുടെ വ്യാജ എംബ്ലങ്ങളടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ തെളിവായി നൽകിയായിരുന്നു തട്ടിപ്പ്. കൊച്ചി മട്ടാഞ്ചേരി സ്വദേശിനിയാണ് കബളിപ്പിച്ചത്. വെർച്വൽ അറസ്റ്റ് എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. മണി ലോണ്ടറിംഗ് കേസിൽ അറസ്റ്റ് ചെയ്തുവെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഉഷാകുമാരി എന്ന 59-കാരിയാണ് തട്ടിപ്പിനിരയാക്കിയത്. സുപ്രീം കോടതിയുടെയും CBIയുടെയും വ്യാജ എംബ്ലങ്ങളടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ തെളിവായി നൽകിയായിരുന്നു തട്ടിപ്പ്. പണം നൽകിയില്ലെങ്കിൽ പിടിയിലാകുമെന്നായിരുന്നു ഇവരുടെ ഭീഷണി. ഇവരുടെ കൈവശമുണ്ടായിരുന്ന പണവും സ്വർണവും പണയം വെച്ച പണവും ഉൾപ്പെടെ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. മട്ടാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മേൽ നിന്ന് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനെന്ന നിലയിൽ 25 കോടി രൂപ തട്ടിയെടുത്തത്. തട്ടിപ്പിൽ പണം കൈമാറിയ അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സമാനമായി ഷെയർ മാർക്കറ്റിംഗ് പഠിപ്പിക്കാമെന്ന നിലയിൽ 12 ലക്ഷം രൂപ തട്ടിയ കേസിലും അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയുമായി മിൽമ. പാൽ തൈര് വിൽപ്പനയിൽ സർവ്വകാല റെക്കോർഡ്. ഉത്രാട ദിനത്തിൽ 38 ലക്ഷത്തിലധികം ലിറ്റർ പാൽ വിറ്റു. ഓണക്കാലത്ത് മലയാളി കുടിച്ചു തീർത്തത് മദ്യം മാത്രമല്ല, മിൽമ പാലുമുണ്ട്. സംസ്ഥാനത്ത് പാൽ വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടവുമായാണ് മിൽമ എത്തിയിരിക്കുന്നത്. 38.03 ലക്ഷം ലിറ്റർ മിൽമ പാലാണ് ഉത്രാടദിനത്തിൽ വിറ്റുപോയത്. പാൽ മാത്രമല്ല, മിൽമയുടെ തൈരും റെക്കോർഡ് നേട്ടം കൊയ്തു. കണക്കുകൾ പ്രകാരം ഉത്രാടൻ ദിനത്തിൽ വിറ്റത് 38,03,388 ലിറ്റർ പാലാണ്. തൈര് 3,97,672 കിലോയും. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പാൽ വിൽപ്പന 37,209 ലിറ്റർ ആയിരുന്നു. തൈര് 3,91,923 കിലോയും. മുൻ വർഷത്തേക്കാൾ വിൽപ്പന വർദ്ധിച്ചെന്ന് മാത്രമല്ല, പാൽ തൈര് വിൽപ്പനയിൽ പുതിയ സർവ്വകാല റെക്കോർഡാണ് ഉണ്ടായിരിക്കുന്നത്. സഹകരണ സംഘങ്ങൾ വഴി ഓണത്തിന് മുൻപുള്ള 6 ദിവസങ്ങളിൽ വിറ്റത് ലക്ഷക്കണക്കിന് ലിറ്റർ പാലാണ്. 14,58,278 ലക്ഷം കിലോ തൈരും ഈ ദിവസങ്ങളിൽ വിറ്റുപോയതാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവില പവന് 80,000-ലേക്ക് അടുക്കുന്നു. ഗ്രാമിൻ്റെ വില സർവ്വകാല റെക്കോർഡായ 10,000 തൊടുമെന്നായിട്ടുണ്ട്. ഗ്രാമിന് 80 രൂപയും പവന് 560 രൂപയും വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന് 9,945 രൂപയും പവന് 79,560 രൂപയുമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി വീണ സനു ചേരുന്നുണ്ട്. വീണ, സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നത്? വിവേക് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സ്വർണ്ണവിലയുടെ കാര്യങ്ങൾ. ഇന്ന് 560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കൂടിയിരിക്കുന്നത്. ഇതോടെ 79,560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിനും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, ഗ്രാമിനും വില കൂടിയിട്ടുണ്ട്. 80 രൂപയാണ് ഇന്ന് ഗ്രാമിന് കൂടിയിരിക്കുന്നത്. ഇതോടുകൂടി ഗ്രാമിന്റെ സ്വർണ്ണവില 9,945 രൂപയാണ്. ഇതിലെടുത്തു പറയേണ്ടത് ഗ്രാമിന്റെ വില കൂടുന്നതാണ്. കാരണം ഒരു 55 രൂപ കൂടുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു 55 രൂപയും കൂടി കൂടുകയാണെങ്കിൽ 10,000 രൂപയാണ് നമ്മൾ ഒരു ഗ്രാമിന് ഇനി അങ്ങോട്ട് നൽകേണ്ടി വരിക. സ്വർണത്തിന്റെ കാര്യത്തിലും 80,000-ലേക്ക് തൊട്ടോ തൊട്ടില്ലേ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
പ്രത്യേകിച്ച് ചിങ്ങമാസം, അതായത് കല്യാണ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ആളുകൾ ഇതിൽ വലിയൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു പവൻ സ്വർണ്ണത്തിന് നമ്മൾ 80,000 രൂപ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് എത്രത്തോളം മുന്നോട്ടുള്ള കാലങ്ങളിലൊക്കെ സാധാരണ കുടുംബങ്ങൾക്കൊക്കെ ഒരു പ്രാവർത്തികമൊക്കെ എടുക്കാൻ പറ്റുമെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതുകൂടാതെ മുന്നോട്ട്, അതായത് സെപ്റ്റംബർ 1 മുതലുള്ള ചെറിയ ചില കണക്കുകൾ, സ്വർണത്തിൻ്റെ വില നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 77,640 രൂപയായിരുന്നു സെപ്റ്റംബർ 1 തീയതിയിലത്തെ സ്വർണ്ണവില. പിന്നീട് സെപ്റ്റംബർ 2 ആയപ്പോഴും വലിയ വ്യത്യാസങ്ങളില്ല, കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതായത് 77,800 എത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കൂടുന്നത് മാത്രമാണ്, കുറയുന്നില്ല സ്വർണ്ണവിലയ്ക്ക്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട്. സ്വർണ്ണവില പവന് 80,000 അടുക്കുകയാണ്. അതോടൊപ്പം ഗ്രാമിന് 10,000 രൂപ തൊടുമെന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി വീണ സനു. ഇതോടെ ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.